കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ഇരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നമ്മോടൊത്ത് കർത്താവിന്റെ ദാസി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസി സുനിത ബൈജുവിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസി ഇന്ന് നമ്മോടൊത്ത് തന്റെ അനുഭവ സാക്ഷ്യം പങ്കിടുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ദൈവനാമത്തിന്റെ മഹത്വം തന്റെ ദാസിയുടെ ജീവിതത്തിൽ ആമേൻ വെളിപ്പെടുത്തിയ വിധങ്ങൾ കർത്താവിന്റെ ദാസി നമ്മോടൊത്ത് ഇന്ന് പങ്കിടുന്നതായിരിക്കും. ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ നമ്മളോടൊത്ത് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾ പൂർണ്ണ സമയം അവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുകയും അപ്പോൾ തന്നെ തൽക്ഷണം നിങ്ങൾക്ക് അനേകരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. പലരെയും ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഇട്ട് ഈ കർത്താവിന്റെ ദാസിയുടെ വേലകളെ പ്രോത്സാഹിപ്പിക്കണം. തന്റെ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അഭിഷിക്ത ദാസിയെ കർത്താവ് ഞങ്ങളോടൊത്ത് കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ലൈവിലൂടെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവ് ഈ വചനദീപ്തിയുടെ വേലകളെ ആദരിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നെറ്റ്, ഞങ്ങളുടെ സിസ്റ്റം എല്ലാം അങ്ങയുടെ കൺട്രോളിങ്ങിൽ ആയിരിക്കണമേ. ഒരു തടസ്സവും ഉണ്ടാകുവാൻ അനുവദിക്കല്ലേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി സുനിത ബിജുവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രിയ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുനിത ബിജു. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കോതമംഗലം പുന്നേക്കാട് ദേശത്ത് നിന്നാണ്. കർത്താവിന്റെ ദാസിക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഭവനത്തില് എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. പിന്നെ പ്രിയ ഭർത്തൃമാതാവും ഞാനും മാത്രം ആയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ കർത്താവിനെ കണ്ടറിയുവാൻ അനേക അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനുണ്ടായ കാരണങ്ങളും ദൈവം നടത്തിയ വിധങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ സമയമുണ്ട്. കർത്താവിന്റെ ദാസി അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് ബിനാൻഡി. എന്നെ ഈ സാക്ഷ്യത്തിലേക്ക് ക്ഷണിച്ച വചനദീപ്തി ചാനലിലെ ഒരു പ്രേക്ഷകർക്കും ബിനാൻഡിക്കും ദൈവനാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവകൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്നെ കേൾക്കുന്ന ലൈവിലും ആയിരിക്കുന്ന പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കാലം തൊട്ട് ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. ഏകദേശം ഒരു 10ാം ക്ലാസ് വരെയും ഞാൻ വിശ്വസിച്ചിരുന്ന അനേക കോടി ദൈവങ്ങളിലായിരുന്നു. നമ്മുടെ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അതിൽ വിശ്വസിച്ചു പോന്നു. എങ്കിലും ഞാൻ കുട്ടിക്കാലം തൊട്ടേ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. സത്യദൈവത്തെ എൻ്റെ ഉള്ളിൽ സത്യദൈവം, ഇതിൽ ഏത് ദൈവങ്ങളാണ് സത്യമായിട്ടിരിക്കുന്നത് ഒരു അന്വേഷണം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം എങ്ങനെയൊക്കെ നമ്മൾ അമ്പലത്തിൽ പോവുകയും അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോന്നു. പക്ഷെ വിശ്വാസം കുറച്ച് കൂടിപ്പോയത് കൊണ്ട് കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം അങ്ങനെയൊക്കെ പൂജിക്കുന്ന അതുപോലെയൊക്കെ കടന്നു വന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ് എക്സാം എഴുതി കഴിഞ്ഞ സമയം എൻ്റെ പിതാവിൻ്റെ അനുജൻ ദേവദാസനായി ഒരു പാസ്റ്ററായിട്ട് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്പസമയം ഞാൻ എൻ്റെ ചാച്ചൻ്റെ സാക്ഷ്യത്തെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ അനുജൻ പാസ്റ്റർ നായനാൻ അവർക്ക് പഠിത്തത്തിന് ശേഷം ജോലി കിട്ടാത്തതിന്റെ വിഷമത്തില് വീട് വിട്ടു പോകുവാൻ ഇടയായി തീർന്നു. അതിന്റെ ശേഷം ദൈവത്തെ അറിഞ്ഞാണ് പ്രിയ പിതാവ് മടങ്ങി വന്നത്.
അത് വലിയ വലിയ സാക്ഷ്യമാണ്, ചുരുക്കി പറയട്ടെ. അങ്ങനെ നാട് വിട്ടുപോയ സമയത്ത് ഒരു ദേവദാസൻ കൂട്ടിക്കൊണ്ടു പോവുകയും ബൈബിൾ വചനം പഠിപ്പിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ വേലയ്ക്കായി ചാച്ചനെ വേർതിരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന സമയം ഞാൻ 10ാം ക്ലാസ് എക്സാം എഴുതി ആ സമയത്താണ് ചാച്ചൻ കടന്നു വരുന്നത്. അപ്പോഴൊക്കെ അതിനു മുമ്പൊക്കെ ഞാൻ ചിന്തിച്ച് ഈ സ്നാനങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ വിശ്വാസികളെ കാണുമ്പോഴൊക്കെ ഇതെന്താണ്, ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അതിനോട് എനിക്ക് അത്ര തൃപ്തികരമായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ എന്താണ്, നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല, ഭ്രാന്താണോ, അങ്ങനെയൊക്കെ ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ചാച്ചൻ വന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ ഭവനം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരു വലിയ സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെ ആയിരുന്നു. എൻ്റെ പിതാവ് ഒരു മദ്യപാനി ആയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. പ്രാർത്ഥനയുണ്ട്, ഹല്ലേലൂയ, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പിതാവ് വഴക്കും, നമുക്കറിയാലോ, ഹല്ലേലൂയ, ഒരു ചെറിയ കാര്യം മതി നമ്മുടെ ഭവനത്തിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല, പഠിക്കാനൊന്നും പരീക്ഷയുടെ തലേദിവസം ഒന്നും നമുക്ക് നേരാവണ്ണം പഠിക്കുവാനൊന്നും പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ മുറ്റത്ത് കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പല അനുഭവത്തിലൂടെയും കഷ്ടതയിലൂടെയും എല്ലാം കടന്നുപോയി. ഈ സമയം പ്രിയ എൻ്റെ ചാച്ചൻ ഇങ്ങനെ പറയുവാനിടയായി, കർത്താവായ ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു, ആ ദൈവം നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്, അത് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ഇങ്ങനെ വചനത്തിലൂടെയൊക്കെ എന്നോട് സംസാരിച്ചു. പ്രിയ കുഞ്ഞമ്മയും ചാച്ചൻ്റെ സഹധർമ്മിണി പുഷ്പ കുഞ്ഞമ്മയും എന്നോട് ദൈവത്തിന്റെ വചനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അതിനെ അവഗണിച്ചു കളഞ്ഞു. കാരണം ഞാനത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെയാ സത്യമാവുന്നു, ഇതൊക്കെ ചിന്തിച്ച് ഞാൻ അതൊന്നും കേട്ടിട്ടും ഒന്നും മിണ്ടാറില്ല. എങ്ങനെ കേട്ട് എൻ്റെ ഹൃദയത്തില് സത്യമാണോ അല്ലയോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ആ ചാച്ചൻ ഇങ്ങനെ പറഞ്ഞു, നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്, നീ ഒന്ന് പ്രാർത്ഥിക്ക്. പക്ഷെ പ്രാർത്ഥിക്കാൻ ഒന്നും എനിക്ക് അറിയത്തില്ല, വചനം അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല, എന്താണ് പ്രാർത്ഥന എന്നറിയില്ല. പക്ഷെ അതെല്ലാം പറഞ്ഞു തന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവവുമായിട്ട് ഒരു അടുപ്പം, വചനത്തോടും ബൈബിൾ എനിക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ബൈബിള് വായിച്ചു. അങ്ങനെ പലതും ഞാൻ ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ സത്യദൈവം യേശുക്രിസ്തു ആണെന്ന ബോധ്യം എൻ്റെ ഹൃദയത്തില് ദൈവാത്മാവ് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നീട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുള്ള ആഗ്രഹം വളരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ചാച്ചൻ തന്നെ ഒരു കൂട്ടായ്മ തുടങ്ങി. ഞങ്ങളുടെ ഭവനത്തിന്റെ തൊട്ട് താഴെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ആരാധനയ്ക്ക് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ എൻ്റെ പിതാവിനെ അറിയത്തില്ല. പിതാവ് വളരെ എതിർപ്പാണ്. അച്ഛനും അമ്മയും ഒക്കെ വളരെ എതിർപ്പാണ്. അവരൊന്നും ഇഷ്ടമല്ല. പ്രാർത്ഥന എന്ന് കേൾക്കുന്നതേ അവർക്ക് വളരെ അവജ്ഞയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് സ്നേഹം തോന്നി. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. അനേക സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സത്യദൈവം ക്രിസ്തു എന്ന സർവ്വത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം തന്നതനുസരിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അച്ഛനൊന്നും അറിയത്തില്ല, അമ്മയ്ക്ക് അറിയാമെങ്കിൽ അമ്മ പറയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്ത് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ചാച്ചന്റെ കുഞ്ഞുമ്മയുടെയും കൂടെ ഞാൻ കടന്നുപോയി. ആ സമയം എൻ്റെ പിതാവ് എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. പെട്ടെന്നായിരുന്നു വന്നത്, ആരും ഉണ്ടായില്ല, അമ്മയും കൂടെ പോന്നിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ആരുമില്ല വീട്ടില്, എവിടെ പോയെന്ന് അറിയത്തില്ല. ആകെ ഞങ്ങള് ചാച്ചൻ വന്നത് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ്. അപ്പൊ ഇന്ന് എന്തായാലും ഇനി ഒരു രക്ഷയില്ല, എന്ത് ചെയ്യുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ചാച്ചൻ ധൈര്യപ്പെടുത്തി, ദൈവം കൂടെയുണ്ട്, ആ ദൈവം നമ്മെ കരുതും, നമുക്ക് വേണ്ടി സമാധാനം തരും, ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി. എങ്കിലും വൈകുന്നേരം വന്നപ്പോൾ വളരെ മദ്യപിച്ചാണ് പിതാവ് കടന്നു വന്നത്. ഞങ്ങൾ വളരെ ഭാരത്തോടെ, ഇനി എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങളെ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞങ്ങളെ ഞങ്ങൾ ഒരുപാട് തല്ലുകയും ചെയ്തു. പക്ഷെ ആ തല്ലെന്നും എനിക്ക് വേദനിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എനിക്ക് തോന്നിയില്ല. ആ വേദനയെല്ലാം എൻ്റെ കർത്താവ് സഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ അടിച്ചത് അത് കർത്താവിനെയാണ്, എന്നെയല്ല. എനിക്കത് കൊണ്ടതേയില്ല. പക്ഷെ എനിക്ക് അതിനൊന്നും ഒരു വിഷമവുമില്ല. എൻ്റെ സഹോദരങ്ങളുണ്ട്, എനിക്ക് ഒരു അനുജനുണ്ട്, ഒരു അനുജത്തിയുണ്ട്. ഞങ്ങളെല്ലാവരും
കടന്നു പോയിരുന്നു. ഞങ്ങൾ 3 മക്കളും എൻ്റെ അമ്മയും, എൻ്റെ അമ്മയ്ക്ക് അന്ന് വയറുവേദനയായിരുന്നു. അങ്ങനെയാണ് അമ്മ ഞങ്ങളുടെ കൂടെ കടന്നു വരാനുണ്ടായ സാഹചര്യം. അങ്ങനെ ഞങ്ങൾ 4 പേരും, ഞങ്ങളുടെ പപ്പാമ്മയും ഉണ്ടായിരുന്നു, 5 പേരും കടന്നുപോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഞങ്ങളെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ഞങ്ങള് ഓടി. മുറ്റത്തിന്റെ ചുറ്റും ഓടിയിട്ടും അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, ഈ ഭവനത്തിൽ നിങ്ങൾക്കിനി സ്ഥാനമില്ല, എല്ലാവരും ഇവിടുന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ചാച്ചന്റെ ഭവനത്തിൽ വന്നു. പക്ഷെ അവിടെയും ഞങ്ങൾ അവിടെ നിൽക്കണം പറഞ്ഞ ചാച്ചനെ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടുവാൻ തക്കോണം ഇടയായി. പിന്നെ ഞങ്ങൾ ഒത്തിരി ദൂരെ ഒരു ഭവനത്തില് അന്ന് രാത്രികാലം പാർത്ത് രാവിലെ മടങ്ങി വന്ന സമയം ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന സമയം പറഞ്ഞു, അവരൊരു ഹൈന്ദവ ദേവന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ദൈവത്തെ വിളിച്ചല്ലാതെ ഈ ഭവനത്തിൽ നിങ്ങൾ കയറരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ തിരിച്ച് ചാച്ചന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കിനി ആ ഭവനത്തിൽ കയറണ്ട, എനിക്ക് ദൈവത്തോട് കൂടെ ജീവിച്ചാ മതി, അതുകൊണ്ട് എനിക്ക് ഈ ഭവനം ഇല്ലാതെ ഒരു അനാഥാലയത്തിലെങ്കിലും എന്നെ ഒന്ന് കൊണ്ടാക്കണം. അപ്പൊ ചാച്ചന് ഒത്തിരി പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ, ഇനി ഇവിടെ താമസിച്ചാൽ എനിക്ക് യേശുവിനെ വിളിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ വിളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എൻ്റെ ചാച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ആ മാതാപിതാക്കളെ അനുസരിക്കാം. ഹല്ലേലൂയ. അവരുടെ വാക്കുകളെ നമ്മൾ കേൾക്കണം, അവരെ ധിക്കരിക്കരുത്, അവരെ എതിർത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മാതാപിതാക്കളുടെ അനുസരിക്കുക എന്നും ദൈവത്തിന്റെ വചനമാണല്ലോ. ആയതിനാൽ ഞാൻ വീട്ടിലേക്ക് പിന്നെയും ചെന്നു. അപ്പോഴും ഈ നാമം പറഞ്ഞല്ലാതെ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു നാമത്തെയും ഞാൻ വിളിച്ചില്ല. ഞാൻ ധൈര്യത്തോടെ കയറി. പിതാവ് ഒന്നും മിണ്ടിയില്ല. പ്രാർത്ഥനയോടെ ഞങ്ങൾ ഭവനത്തിൽ കയറി. പക്ഷെ അവിടെ ഞങ്ങൾ വീണ്ടും ദുരിതത്തിലേക്ക് പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. എൻ്റെ പഠനം മുടങ്ങിപ്പോയി. +2 കഴിഞ്ഞതിന് ശേഷം ഏകദേശം പഠിക്കാനൊന്നും വിട്ടില്ല. 3 വർഷക്കാലം ഞാൻ ഭവനത്തില് ഒരു ജയിലിൽ കിടക്കുന്ന രീതിയിൽ തന്നെ അവിടെ ആയിരുന്നു. ചാച്ചനോടോ കുഞ്ഞുമ്മയോടോ ഒന്നും മിണ്ടുവാൻ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുവാദം ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ആ ഒരു വീടിന്റെ ഉള്ളില് നരകയാതനയോളം ഞങ്ങൾക്ക് ആഹാരത്തിനൊന്നും മുടക്കില്ല, പക്ഷെ പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാനോ ബൈബിൾ വായിക്കണതെല്ലാം ഒളിച്ച് വായിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ കർത്താവ് മാനിക്കുന്ന ഒരു ദിവസം വരും എന്ന് വിശ്വസിച്ചു. പക്ഷെ പിന്നെയും കടന്നുപോയത് വേറൊരു സാഹചര്യത്തിലൂടെയാണ്. വിവാഹാലോചനകൾ വന്നു. അപ്പോഴും ഞാൻ എതിർത്തു. പക്ഷെ നമുക്ക് എതിർത്ത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മുടെ അനുകൂലമല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വിവാഹം നടക്കുന്ന സമയം ഉറപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും ആരും കാണാതെ ചാച്ചന്റെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതിക്കാതെ എന്തെങ്കിലും ഒരു വഴി ഇത് നടക്കാതിരിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ചാച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്നെ ആ ഭവനത്തിലേക്ക് അയക്കുന്നത് ദൈവമാണ്. ആ ഭവനം നീ മുഖാന്തരം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. യോസേഫിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവം നിന്നെയും പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ നീ അവിടേക്ക് കടന്നു പോകണമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ അത് അനുസരിച്ചു. പിന്നെയും ഭവനത്തിൽ മടങ്ങി വന്ന് ഞങ്ങൾക്കൊരു വീടിന്റെ താഴെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിന്റെ ചുവട്ടിൽ ഞാനും എൻ്റെ അനുജത്തിയും ഇരിക്കും. അപ്പൊ ചാച്ചൻ അവിടെ ആരാധന അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയൊക്കെ ഉള്ള സമയം ഉറക്കെ മയക്കൊന്നുമില്ല, ചാച്ചന്റെ ആ ഒരു ഒച്ചയില് വചനം പറയും, പാട്ട് പാടും. അതിന്റെ ഒപ്പം ഞങ്ങളുടെ വീടിന്റെ അതിര് ഇരുന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ആരാധനയുടെ വില അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലായി. കാരണം അവിടെ പോയി ഇത്ര തൊട്ടടുത്താണെങ്കിൽ പോലും ഞങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. പിതാവ് കൊല്ലും അല്ലെങ്കിൽ അടിക്കും. ഇപ്പൊ പേടിച്ചിട്ടല്ല, പിന്നെ നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് ചാച്ചൻ പറഞ്ഞു. അത് മുഖാന്തരം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ആരാധിച്ചു. ആമേൻ. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്ന സമയം വളരെ സന്തോഷിച്ചു. കാരണം മദ്യപാനിയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ മദ്യപിക്കുന്ന പിതാവിന്റെ അടുക്കിൽ നിന്ന് ഒരു സന്തോഷ വീട്ടിലേക്കാണല്ലോ ഞാൻ കടന്നു വന്നത് എന്നൊരു സമാധാനവും സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നമ്മുടെ അവസ്ഥ പിന്നെയും വഷളായി കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. വീണ്ടും ഞാൻ കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് മടങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി. എനിക്കൊരു സമാധാനമില്ല, ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധനയ്ക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാം കൊണ്ടും എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആരും കാണാതെ ഞാൻ ബൈബിൾ വായിച്ചു ഒരു ദിവസം. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ഇവിടുത്തെ വല്യമ്മ അത് കാണുവാൻ തക്കവണ്ണം ഇടയായി. ചേട്ടായി വന്നപ്പോൾ അത് പറഞ്ഞു കൊടുത്തു.
അത് മുഖേന ബൈബിൾ എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ആകെ പ്രയാസപ്പെട്ടു. അതിന് എൻ്റെ അച്ഛനെ അങ്ങനെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവളെ ഞാൻ വിവാഹം കഴിച്ചയച്ചാൽ ഇവൾ ഒരിക്കലും പുറത്തു വരാത്ത വണ്ണം ഇവൾ അടഞ്ഞു പോകട്ടെ, അതിന് ദൈവത്തെ ഇനി യേശുവിനെ വിളിക്കാൻ ഇവൾക്ക് കഴിയത്തില്ല. എൻ്റെ പിതാവല്ല, പിതാവിൽ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ സാത്താന്യ ശക്തിയാണെന്ന് അതൊക്കെ എനിക്ക് നല്ലവണ്ണം മനസ്സിലാകുമായിരുന്നു ആ സമയത്ത്. ഒത്തിരി വചനമൊന്നും എനിക്ക് അറിയില്ലെങ്കിലും അതെല്ലാം മനസ്സിലായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ വളരെ ഭാരം വരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ആരും കാണാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആ വചനം എന്നെ ഏറെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നുള്ള വചനം. ഹല്ലേലൂയ. അങ്ങനെ മൗനതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏറെ വർഷക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. ഇങ്ങനെ എഴുതി വെക്കിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ആ സമയം എന്നിങ്ങനെ എഴുതി വെച്ചു, കർത്താവേ, എൻ്റെ ഭർത്താവ് ഈ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണം, അതിനായിട്ട് ദൈവം വഴികളെ തുറക്കണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. എന്നാൽ ആ ഹോട്ടൽ ബിസിനസ് വളരെ തകർച്ചയിലേക്ക് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു. 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും തീർത്തും ഞങ്ങൾ വളരെ പ്രയാസത്തിലായി. ബിസിനസ് ഇല്ലാതെയായി, കച്ചവടങ്ങളൊന്നും നടക്കാതെയായി. ആ ഒരു സമയം എൻ്റെ ഇവിടുത്തെ മാതാവും അതുപോലെ മാതാവിൻ്റെ ഒരു മാതാവ് കൂടി ഉണ്ടായിരുന്നു. 2 മാതാവും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും വിശ്വാസ ജീവിതത്തെ കുറിച്ച് അറിയില്ല, ഈ ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. അത് പറയുമ്പോൾ അവർക്കെല്ലാം ഒരു എന്താ പറയാ, ഒരു അവജ്ഞയോടെയാണ് അന്ന് അവരത് കണ്ടിരുന്നത്. എന്നാൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഞാൻ അതെല്ലാം ഒന്നും കേട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് മുന്നോട്ട് കടന്നുപോയി. എന്നാൽ ഞങ്ങളുടെ ഭവനത്തില് വലിയൊരു പ്രതിസന്ധി വന്നത്, കച്ചവടം കുറഞ്ഞു പോയപ്പോൾ പല അമ്പലങ്ങളിലും കടന്നു പോകേണ്ടി വന്നു. പക്ഷെ ദൈവത്തെ അറിഞ്ഞ് എനിക്ക് അതിൽ അമ്പലത്തിലേക്ക് കടന്നു പോവുക, അല്ലെങ്കിൽ അവിടെ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വേദനിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എവിടെ പോയ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്, ഹല്ലേലൂയ, എനിക്കൊന്നും അനങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ദൈവത്തിനറിയാം. നീ എവിടെ പോയാലും നിന്റെ ഹൃദയം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അത് ദൈവം അറിയുന്നുണ്ട്. പക്ഷെ കർത്താവിനോട് വ്യക്തമായും പറഞ്ഞു, നീ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളും. പക്ഷെ എത്ര നാളെന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഏകദേശം വർഷങ്ങളൊക്കെ കടന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. എങ്കിലും ഹല്ലേലൂയ, അതൊക്കെയും നമ്മൾ സഹിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചിരി എന്നൊന്നും എനിക്കറിയത്തില്ല, ആ രീതിയിലായിരുന്നു നമ്മുടെ ഓരോ അവസ്ഥകളും. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു രോഗിയായി തീർന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് മദ്യപാനം മൂലം ലിവർ പ്രശ്നത്തിലാവുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് ഞാൻ കടന്നു പോകുന്ന സമയം എനിക്ക് എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ ഞാൻ ഗർഭിണിയായി ഞങ്ങൾ കടന്നു പോകുന്നത്. ആ സമയത്ത് 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് രക്ഷപ്പെടാം, കാരണം ലിവർ മാറ്റിവെക്കണം, വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ തകർന്നു പോയ സാഹചര്യങ്ങളായി. കാരണം അന്ന് കുടുംബം കടന്നുപോകുന്നത് വളരെ പ്രയാസത്തിലൂടെയാണ്, വളരെ എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളുടെ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ഇത്രയും തുക ഉണ്ടാക്കുവാൻ എനിക്ക് കഴിയത്തില്ലല്ലോ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തില് കേട്ട സാക്ഷ്യങ്ങൾ മുഖാന എൻ്റെ ഹൃദയത്തില് വലിയൊരു പ്രത്യാശ ഉണ്ടായി. ഞാനിങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവിൻ്റെ അവയവം മാറ്റിവെക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും, ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ മാതാവിനോടും അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാം അറിയാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. എൻ്റെ അമ്മയും അച്ഛമ്മയൊക്കെ അറിയാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനി നീ ഇങ്ങനെ ഞാൻ പിന്നെ ചാച്ചനെ വിളിക്കും. ഭാരങ്ങൾ അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഒത്തിരി വരുമ്പോൾ ഞാൻ ചാച്ചനെ വിളിക്കും. അപ്പൊ ചാച്ചൻ പറഞ്ഞു, ഇനി നീ മിണ്ടാതിരിക്കരുത്, ഇനി നീ എന്ത് ചെയ്യണം, ഇനി ദൈവത്തെക്കുറിച്ച് അവരോട് സംസാരിക്കണം, ദൈവം ഉണ്ട്, ജീവിക്കുന്ന ദൈവമെന്ന് അവരോട് പറയണം. അത് ദൈവം അതിന് വാതിലുകളെ തുറക്കും. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഞങ്ങൾ അത്രയും വർഷക്കാലവും ആരാധനയില്ല, പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ ഒന്നിനും കടന്നു പോകാൻ കഴിയത്തില്ല, തികച്ചും
ഒരു ജയിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഉറപ്പായും വിശ്വസിച്ചു, എന്റെ കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരും. എന്റെ യോസേഫിനെ പുറത്ത് കൊണ്ടുവന്നതുപോലെ എന്നെയും പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ആ വിശ്വാസം പ്രത്യാശയുടെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അത് ആ വചനം വെച്ച പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, എന്റെ ഭർത്താവ് ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങണം, ഇതാണ് എന്റെ ആഗ്രഹം. കാരണം ഞാൻ വന്ന് വേറൊരു ഭവനത്തിൽ നിന്ന് കടന്നു വന്ന വ്യക്തിയാണ്. ഞാൻ മുന്നമേ ഇറങ്ങിക്കഴിയുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അത് അഹങ്കാരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി അറിഞ്ഞ് ആ ഭർത്താവ് തന്നെ ഇറങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു. അതുപോലെ തന്നെ ആ കണ്ണിന് കാഴ്ച കുറഞ്ഞ സമയത്ത് ഒരു ദേവദാസൻ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും, ഒരു സ്ഥലം നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആരാധന ഉണ്ട്, നമുക്ക് അവിടെ പോയാൽ ദൈവം കണ്ണിന് കാഴ്ച തരും എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങള് നെല്ലാട് IPC സഭയിൽ കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. അത് എന്റെ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച ദിവസമായിരുന്നു അന്നത്തെ ദിവസം. കാരണം അത്രത്തോളം വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആരാധന എന്ന, അല്ലെങ്കിൽ ആരാധനയ്ക്ക് കടന്നു പോകുക, കുടുംബമായി ആ ദൈവത്തെ ആരാധിക്കുക എന്നതൊരു സ്വപ്നമായിരുന്നു. ഒരിക്കലും സാധ്യമാകുകയില്ല എന്ന് കരുതിയത് ദൈവത്താൽ അത് സാധ്യമായി തീർന്നു. ഹല്ലേലൂയ. നാം അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യം ദൈവത്തിന് സാധ്യമാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നാം സഹിപ്പാൻ തയ്യാറാകണം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 10-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രതിഫലമുള്ള മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ഏറെ ആവശ്യം. എന്നും തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തില് സഹിഷ്ണുത ഇല്ല എങ്കിൽ അതിന്റെ അവസാനം വളരെ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് വേണ്ടി സ്തോത്രം, യാഗമായി തീർന്ന യേശു നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഹല്ലേലൂയ. അത് ഉറപ്പാണ്. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ലജ്ജിപ്പാൻ അവൻ സമ്മതിക്കത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നു, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, യേശുവിന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. ആ അവസ്ഥകളിലൂടെ എല്ലാം കടന്നുപോയ സമയത്ത് ദൈവം ഈ വാക്കുകൾ തന്നെ എന്നെ ഉറപ്പിക്കുവാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. ആരാധനയ്ക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ പിന്നെയും അവഗണനയായിരുന്നു. എന്നാല് സ്തോത്രം, പിന്മാറ്റത്തിലേക്ക് എൻ്റെ ഭർത്താവ് കടന്നുപോയി. ഏകദേശം 2008, 2009 വർഷ സമയത്താണ് എനിക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏകദേശം വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ദൈവം തുറന്നു തന്നത്. ആ സമയം ഞാൻ എൻ്റെ ചാച്ചൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. കാരണം യോസേഫിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ആ ഭവനത്തെയും ദൈവം പുറത്തു കൊണ്ടു. നിന്നിലൂടെ ആ ഭവനം എന്ത് ചെയ്യും? ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്നത് ഹല്ലേലൂയ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഇടയായി. ആദ്യ സ്റ്റെപ്പ് എന്നോണം എല്ലാ വാതിലുകളും അടച്ച് ആമേൻ ഇനി ഒരിക്കലും പുറത്തു വരില്ല എന്ന് വിധി എഴുതിയ എൻ്റെ പിതാവ് പോലും ഹല്ലേലൂയ പിന്നീട് എന്നോട് ഒന്നും മിണ്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, എൻ്റെ പിതാവ് എന്നോട് ചോദിക്കരുത്. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോൾ ആ സിംഹങ്ങളുടെ വായ അടച്ച ദൈവം എൻ്റെ അച്ഛൻ്റെ വായും അടയ്ക്കണം. ഹല്ലേലൂയ. എന്നോട് ഈ വിശ്വാസ ജീവിതത്തെ കുറിച്ചോ എന്നോട് ആഭരണ സ്നാനപ്പെട്ടു എന്നോ ഒന്നും എന്നോട് ചോദിക്കരുത്. ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതാ നമ്മുടെ ആ വചനം വെച്ച്, നമ്മൾ ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അത് നിവൃത്തിയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആരാധനയ്ക്ക് കടന്നുപോയി. 2010 ഒക്കെ ആയ സമയത്ത് ഞാൻ അങ്ങനെ നെല്ലാട് തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി ദൂരം, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒത്തിരി ദൂരമാണ് ഈ നെല്ലാട്. അപ്പൊ വണ്ടിക്കൂലിക്കൊന്നും പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പുന്നേക്കാട് ദേശത്ത് IPC കടന്നുപോയി. അപ്പൊ ചേട്ടായി പ്രാർത്ഥനയ്ക്ക് വരില്ല,
പിന്മാറ്റത്തിലേക്ക് പോയി. അസുഖങ്ങളൊക്കെ ഏകദേശം കുറഞ്ഞു, കണ്ണിന് കാഴ്ചയൊക്കെ ഏകദേശം കിട്ടി, ലിവറൊക്കെ നോർമലായി. വളരെ വളരെ അത്ഭുതം എന്നോണം ഡോക്ടർമാര് അങ്ങനെ 25 ലക്ഷമൊക്കെ പറഞ്ഞെങ്കിലും കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ഒരു സൗഖ്യം അവിടെ കൊടുത്തു. ലിവർ മാറ്റിവെക്കേണ്ടി ഒന്നും വന്നില്ല. അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമത്തിലാക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് എന്നേക്കും സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടതയിലൂടെ പിന്നെയും കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഹോട്ടലിൽ നിന്ന് പോകുവാൻ തക്കോണം ഇടയായി. അങ്ങനെ ജോലിയില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. ചേട്ടായിക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ല, കാരണം രോഗിയാണ്, കാലൊക്കെ ഭയങ്കരമായിട്ട് നീര് വെക്കും, ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി കഷ്ടതയിലൂടെ പിന്നെയും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, സ്തോത്രം, പെട്ടെന്നാണ് കിഡ്നിക്ക് പ്രയാസങ്ങൾ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറി മാറി ചികിത്സിച്ചു കൊണ്ടിരുന്നു. അവിടെയും ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ നേരിടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അങ്ങനെ പല സ്തോത്രം ആശുപത്രികളിൽ മാറി മാറി ഞങ്ങൾ ചികിത്സിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, എന്നാലേ നമുക്ക് മാറ്റം വരും, ദൈവം ഇത്രത്തോളം മാറ്റം തന്നതല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നാൽ പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഫറവോന് മാനസാന്തരം വന്നു, അത് കഴിഞ്ഞിപ്പം ഇസ്രായേൽ മക്കളെ വിട്ടയച്ചില്ല, പിന്നെയും ദൈവം ഒരു ബാധ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഫറവോന് മാനസാന്തരം വരും, പിന്നെയും അവന്റെ ഹൃദയം കഠിനപ്പെടും. അങ്ങനെ 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 ഒത്തിരി 1-2 വർഷക്കാലം പിന്നെയും കടന്നുപോയി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു, നീ സ്നാനപ്പെടണം. ഞാൻ അതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, കാരണം സ്നാനപ്പെടാനും സമ്മതിക്കത്തില്ല. എനിക്ക് ആഭരണങ്ങൾ ഊരാൻ അങ്ങനെ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഇതിനോടൊക്കെ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് എന്റെ ഹൃദയത്തിൽ തന്നെ തോന്നി. ഞാൻ അതൊക്കെ ഊരി വെക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇങ്ങനെയൊക്കെ നടന്നപ്പോഴൊക്കെ എന്നോട് വളരെ ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചു. പക്ഷെ അതൊന്നും എനിക്കത് അതത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല, വിഷമമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച് ഈ പ്രതിസന്ധിയിലൂടെ എല്ലാം പോയ സമയത്തും കർത്താവ് ബലപ്പെടുത്തി നിർത്തി. അപ്പോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. കാരണം മനുഷ്യരുടെ മുഖത്തെ നോക്കി നമുക്ക് ദൈവത്തിന്റെ മുഖത്തെ നോക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന്. ഹല്ലേലൂയ. നാം ദൈവത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനമാണ് നാം പ്രമാണിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ലോകം നമ്മെ പഴിക്കും, ലോകം നമ്മെ കഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ ലോകം നമ്മെ കുറ്റപ്പെടുത്തും, ലോകം നമ്മെ നിന്ദിക്കും, പരിഹസിക്കും. പല പരിഹാസങ്ങളോടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. ബന്ധുമിത്രാദികള്, അതുപോലെ അയൽവാസികള് ഒക്കെ എൻ്റെ ഭർത്താവിനെ പറഞ്ഞ് പല വേണ്ടാദിനങ്ങളും പറഞ്ഞ് തിരുത്താൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഹല്ലേലൂയ, അതിൽ നിന്നൊക്കെയും ജയിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്ദിക്കുന്ന അനുഭവത്തിലും പരിഹസിക്കുന്ന അനുഭവത്തിലും ദൈവത്തിന്റെ പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞ് കളിയാക്കിയ അനുഭവങ്ങളുണ്ട്. എൻ്റെ ബന്ധുമിത്രാദികള് എൻ്റെ ഇവിടുത്തെ ഭർത്താവിന്റെ ഭവനത്തിലുള്ളവരെ പല പേരുകളും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അതൊന്നും എനിക്ക് വിഷമിച്ച് തോന്നിയിട്ടില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് ഇതുവരെ പക്ഷെ ഇപ്പോഴും ഹല്ലേലൂയ, അച്ഛനെ ഒരിക്കലും മാനസാന്തരം വരുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. 2011 ആയപ്പോഴത്തേക്കും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. തീരുമാനപ്പെടുമ്പോഴത്തേക്കും ഭയങ്കര സ്നാനപ്പെട്ടിട്ട് ഈ ഭവനത്തിൽ കയറാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ ആകെ വിഷമിച്ചു. അപ്പൊ എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റത്തുള്ളൂ, എൻ്റെ കർത്താവിനോട് കൂടെ എനിക്ക് ചേരണം, കൽപ്പന എനിക്ക് അനുസരിക്കണം. എത്രത്തോളം ദൈവം എത്ര വർഷമായി ദൈവത്തെ അറിഞ്ഞിട്ട് പല രീതിയിലും എന്നെ ബന്ധിച്ചു. അതിൽ നിന്നൊക്കെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. ആരാധിപ്പാൻ ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നു. ഇനി ദൈവത്തിന്റെ കൽപ്പന എനിക്ക് അനുസരിക്കണം. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല. ദേവദാസനോട് പറഞ്ഞ കുറുപ്പമ്പടി ശാരോൻ സഭയിലെ ഞാൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം അന്നിടയായി. ഞാൻ കടന്നുപോയി. ഞാൻ പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, ഭയങ്കര എതിർപ്പാണ്, ഇന്നെ വീട്ടിൽ കയറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പാസ്റ്റർ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കെ, ബുദ്ധി സഹോദരൻ ഒന്നും ചെയ്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി സ്നാനപ്പെട്ട് ചെന്നപ്പോ വളരെ വളരെ പ്രയാസം. എന്നെ ഭവനത്തിൽ കയറ്റിയില്ല. ഞാൻ പുറത്ത് കിടന്നു.
എങ്കിലും 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവദാസം വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നെ അകത്ത് കയറ്റുവാൻ തക്കണേ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ആരാധനയ്ക്ക് വരും, 2 ദിവസം വരും, 3 ദിവസം വരത്തില്ല. പിന്നെയും പിന്മാറ്റാവസ്ഥ. ഇങ്ങനെ ഇങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ എന്നിട്ട് ഈ അസുഖങ്ങള് കിഡ്നിക്കും കൂടെ ബാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ കടന്നു പോകണം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കടന്നു പോയി ഭയങ്കര ചെലവാ. എവിടെന്ന് പൈസ ഒരു പിടിയിൽ 6000 രൂപയാണെന്ന് എനിക്ക് ഒരു കടയിൽ സാലറി ലഭിക്കുന്ന 6000 രൂപയാണ്. പക്ഷെ അതുകൊണ്ട് എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. അവിടെ ചെന്ന് ഒത്തിരി ഏകദേശം ഒരു 50,000 രൂപയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ അടക്കേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചു വന്ന് കഴിയുമ്പോൾ പിന്നെയും പ്രാർത്ഥനയ്ക്ക് വരാനൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട്. അവിടെ എപ്പോ ഡോക്ടർ ചെന്നാലും പറയും പ്രതീക്ഷിക്കണ്ട, കൂടുതലാണ്. ഇങ്ങനത്തെ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പനല്ലേ വേറെ അവയവങ്ങളെല്ലാം മാറ്റിവെച്ച് കൊടുത്തത്. ആ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് 15 വർഷക്കാലവും ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. സാക്ഷ്യങ്ങൾ പറയും. എന്റെ ഭർത്താവിന് മാനസാന്തരം വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, സ്നാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം 15 വർഷം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, 1 മാസം പ്രാർത്ഥിച്ചു, മടുത്തു പോകല്ലേ. ഹല്ലേലൂയ. ജീവിതത്തില് പല സാഹചര്യങ്ങളും കടന്നു വരുമ്പോഴും നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നാം കൂടുതൽ ആശ്രയിക്കണം. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. നാം പോലെ പുറത്തു വരേണ്ടത് നമ്മെ തീ കൂടി ശോധന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ചു വന്ന എനിക്ക് കർത്താവ് സ്നാനപ്പെടുവാൻ തക്കവണ്ണം എല്ലാം ഇടയാക്കി. ഓർത്ത് നോക്കി, ഒരിക്കലും അസാധ്യമാകുന്ന കാര്യമല്ല. എന്നാൽ ദൈവത്താലാണ് ഇത് സാധ്യമായത്. ദൈവമാണ് നമ്മെ പുറത്തു കൊണ്ടുവന്നത്. സത്യം അറിയുകയും, ദൈവം സംസാരിച്ച വചനമാണ്. സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. അതിൽ നിങ്ങൾ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം നമ്മെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മെ തോൽക്കാൻ സമ്മതിക്കത്തില്ല. അതിന്റെ അവസാനം വിജയം തന്നെയായിരിക്കും. എന്നെ ഒത്തിരി കളിയാക്കിയ സഹോദരങ്ങളുണ്ട് എന്റെ ജീവിതത്തില്. എന്റെ കൂടപ്പിറപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി വെറുതെ പ്രാർത്ഥിക്കുന്നതാ, ചേട്ടന് ഒരു മാനസാന്തരവും വരത്തില്ല, മരണം വരെയും ഹല്ലേലൂയ, സഹോദരൻ ഒരു മാനസാന്തരവും വരത്തില്ല എന്ന്. പക്ഷെ അപ്പോഴും ഞാൻ മൗനതപ്പെട്ട് കർത്താവിനോട് പറയും, കർത്താവേ ഹല്ലേലൂയ, ഞാൻ എന്താ ഇതിന് മറുപടി കൊടുക്കണം? നീ ഒന്നും മറുപടി കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം മറുപടി. ഒന്നും മിണ്ടത്തില്ല. അർക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരിക്കാൻ കർത്താവ് ചെയ്തു പോലെ ആ സമയത്തൊക്കെയും അങ്ങനെ ഇരുന്ന് മൗനമായിരുന്നു പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയങ്ങളില് 2017 അവസാനം ഞങ്ങളൊരു വയനാട് ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. 7 ദിവസത്തെ ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. തിരിച്ച് വരുന്ന സമയം ഹല്ലേലൂയ, അസുഖം വളരെ മൂർച്ഛിക്കുവാൻ തക്കോണം ഇടയായി. 2017 ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ് സ്നാനപ്പെടുത്താൻ എനിക്ക് കഴിയത്തില്ല, എന്നാൽ കർത്താവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നപ്പ. കർത്താവിന് കഴിയും. എന്നെ ലജ്ജിപ്പിക്കരുത് കർത്താവെ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചു, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഞാൻ ലജ്ജിക്കാൻ ഇടയാകല്ലേ അപ്പ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തീരുമാനം എടുത്തു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ സ്നാനപ്പെടും, ഞാൻ സ്നാനപ്പെടുമെന്ന്. ഞാൻ പറഞ്ഞു, വെറുതെ പറയല്ലേ ദൈവസന്നിധിയില്, ദൈവത്തിന്റെ മുമ്പാകെയാണ് പറയുന്നത്. ഇല്ല, ഞാൻ സ്നാനപ്പെടും എന്ന് പറഞ്ഞു. അതിനുശേഷം കടന്നു വന്ന ദേവദാസനോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു പാസ്റ്റർ എന്ന് പറഞ്ഞ് 2017 സെപ്റ്റംബർ 9-ാം തീയതി കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തില് സ്നാനമേൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ആമേൻ, സ്തോത്രം. ആ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഞങ്ങൾ കുടുംബമായി ഹല്ലേലൂയ ദേശത്ത് മാനിക്കപ്പെടുവാൻ വലിയൊരു മനസാന്തരം. ഇങ്ങനെ പണ്ടത്തെ ബിജുവേ അല്ല എന്ന് പറയത്തക്ക വിധത്തില് ഒരു മാറ്റം സ്വർഗത്തിലെ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മുടെ ദൈവം വലിയവനാ. പക്ഷെ ഞാന് വിവാഹത്തിന് ശേഷം ഇവിടെ കടന്നു വന്ന സമയത്ത് ഞാൻ ദൈവത്തെ അറിഞ്ഞവളാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞതാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് അതിൽ നിൽക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇവിടത്തെ സാഹചര്യം, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ തിരിവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, മരിച്ചവരുടെ അടുക്കൽ തിരിവെക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല, എന്റെ മനസ്സ് അനുവദിക്കില്ല. പക്ഷെ ഞാൻ
ആണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വിഗ്രഹങ്ങൾ എവിടെ നിന്നൊന്ന് മാറ്റണം, ഈ തിരിവെക്കൽ ഇവിടെ നിന്നൊന്ന് മാറ്റണം. എനിക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ ഭവനത്തിൽ നിന്ന് ഇതെല്ലാം നീങ്ങണം. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഈ ചേട്ടായി സ്നാനപ്പെടുന്നതിന് മുമ്പ് ഏകദേശം ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നുപോയ സമയത്ത് പിന്മാറ്റത്തിലാണെങ്കിൽ പോലും ഒരു ദിവസം എൻ്റെ മാതാവിന്റെ കയ്യില് ഈ വിഗ്രഹങ്ങളെല്ലാം അഴിച്ച് വെച്ചിട്ട് കൊടുത്തിട്ട് പറയും, ഇനി ഇതൊന്നും ഈ ഭവനത്തിൽ വേണ്ട, ഇത് തോണ്ടി ഒഴുക്കിക്കോ, ഇതിലൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഞാനാണ് അത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സമ്മതിക്കില്ല. പക്ഷെ ചേട്ടായി അങ്ങനെ എടുത്തു കൊടുത്തത് കൊണ്ട് ആ വിഗ്രഹങ്ങളൊന്നും ഞങ്ങളുടെ ഭവനത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. തിരിവെക്കലും അതൊന്നും ഇനി വേണ്ടാന്ന് പറഞ്ഞ് ചാച്ചന്റെ കുഴിമാട് വർഷങ്ങളായിട്ട് എൻ്റെ ചേട്ടായുടെ പിതാവ് മരിച്ച അവിടെ തിരിവെക്കുകയായിരുന്നു. എന്നാല് അത് കുഴിച്ച് ഇനി ഇങ്ങനെ ഒരു അടയാളം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ വാഴ വെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്ങനെ കഴിഞ്ഞു? ഹല്ലേലൂയ. മനുഷ്യനാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലവും സാധ്യം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടും മനഃപൂർവ്വമായി എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. പക്ഷെ ഞാൻ കടന്നുപോയ സാഹചര്യം ഇങ്ങനെയായിരുന്നു. എനിക്ക് അവരെ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, ഞാൻ അവരെ നേടേണ്ടതിന് ഞാൻ അവരെ പോലെ ആയി എന്ന്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ അവരെ നേടേണ്ടതിനാണ് അവരുടെ കൂടെ ഒരാളായി മാറിയത് എന്നതുപോലെ ഞാൻ ഇവരെ നേടേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? ഞാൻ ഇവരുടെ കൂടെ അല്പനാളുകളിലായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇതിനൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. അത് ദൈവം നിവർത്തിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ആ വിഗ്രഹങ്ങളെ അതെല്ലാം മാറ്റി ഞങ്ങളുടെ ഭവനം സമ്പൂർണമായി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ആമേൻ ഒരു കുടുംബമായി മാറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. പലരും ദൈവത്തെ അറിഞ്ഞിട്ടും ഭർത്താവ് ഇതുപോലെ ഹല്ലേലൂയ വീട്ടിലുള്ളവർ സമ്മതിക്കാത്ത സാഹചര്യങ്ങളുണ്ട്, പാരമ്പര്യത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കാത്ത സാഹചര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം സഹിച്ച് അത് നമ്മുടെ ഹൃദയം എന്താ, നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥനയോടെ ആയിരുന്നാൽ സത്യത്തിലെ ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമ്പോൾ നല്ല ചെയ്ത കർത്താവാ നമ്മുടെ കൂടെയുള്ളത്. നാം ദൈവത്തെ മാനിച്ച ദൈവം നമ്മെ മാനിക്കാതെ വിടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ സ്നാനപ്പെട്ടു. ഞങ്ങള് വളരെ സന്തോഷത്തോടെ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു. ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി. അതൊരു പച്ചക്കറി ബിസിനസ് ആയിരുന്നു. 1 വർഷക്കാലവും ഞങ്ങള് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ബിസിനസിനെ കൊണ്ടുപോയി. എന്നാല് പ്രൈസ് ദി ലോർഡ് 2018 അവസാനമായപ്പോഴത്തേക്കും കാല് പിന്നെയും പ്രയാസത്തിലായി. വളരെ വേദനയിലൂടെ കടന്നുപോയ സമയത്ത് ഞങ്ങൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെയും ഹോസ്പിറ്റലൈസ്ഡ് ആയി. 2020 നമ്മൾ ആ കൊറോണ ടൈമില് വീണ്ടും വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. ഞങ്ങൾ ഹോസ്പിറ്റലില് ആ സമയത്ത് ഞാനും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എനിക്ക് ഡെങ്കിപ്പനിയാല് ഭാരപ്പെട്ടു. എൻ്റെ മാതാവിനും ഡെങ്കിപ്പനി വരുവാൻ തക്കോണം ഇടയായി. അങ്ങനെ ഞങ്ങൾ 3 പേരും വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഹസ്ബൻഡിനും പനി വരുവാൻ തക്കോണം ഇടയായി, ഇൻഫെക്ഷനായി. അപ്പോൾ കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലാണ് ആദ്യം അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ കൊറോണ സമയം ആയതുകൊണ്ട് ഡോക്ടർമാരില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഇനിയിപ്പോ ലിസി ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, അവിടെ ആകുമ്പോൾ ICU ഡോക്ടേഴ്സ് അങ്ങനെ കുറെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, അതുകൊണ്ട് വേഗം പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ആശുപത്രിയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വെച്ചാല് ആംബുലൻസിൽ നടന്നു കയറിയ ആളാണ്. പക്ഷെ പെട്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റണം. കാരണം ആൾക്ക് ഒന്നും പ്രതികരിക്കുന്നില്ല, ഒരു മരുന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഇതാവുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. എന്നെ ഹോസ്പിറ്റലിലാക്കി, എനിക്ക് ചോറ് വാങ്ങി തന്ന, മക്കൾക്ക് ചോറ് കൊടുത്ത് വാങ്ങിക്കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയ ആളാണ് പിറ്റേ ദിവസം പനിയായിട്ട് അഡ്മിറ്റ് ആയത്. അത്രയത് നടന്നു വന്ന ആൾക്ക് പെട്ടെന്ന് വെന്റിലേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവസാനം ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ നിവർത്തിയില്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളാൻ പറഞ്ഞു. പക്ഷെ ICUയിൽ തന്നെ 2-3 ദിവസം കിടന്നു. 4-ാമത്തെ ദിവസമാണ് അവർ വെന്റിലേഷൻ ചെയ്തത്. അങ്ങനെ 6-7 ദിവസത്തോളം അവിടെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എന്നാല് 2020 മെയ് 12-ാം തീയതി താൻ പ്രേമിച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഏകദേശം ഇപ്പോൾ 5 വർഷം
ആകുന്നു കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോഴും ദൈവം ഞങ്ങളെ നടത്തി വരുന്നു. വളരെ പ്രയാസത്തിലൂടെയും നിന്ദിക്കുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ പിന്നെയും കടന്നുപോയെങ്കിലും ദൈവം ആമേൻ താങ്ങി നിർത്തിയ ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ സമയം എൻ്റെ കുഞ്ഞ് 7ാം ക്ലാസ്സിലും മൂത്തവള് 10ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയമായിരുന്നു. എന്നാൽ കർത്താവ് എത്രത്തോളം വഴി നടത്തി. ഇപ്പൊ മൂത്ത കുഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞു. രണ്ടാമത്തോളം +2 പരീക്ഷ എഴുതിയിരിക്കുന്നു. നല്ല വിജയം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ആയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങളോട് പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഭർത്താവിന്റെ അനുജൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമിടയാക്കി. ഭർത്താവിന്റെ അനുജന് അവനും മദ്യപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. എന്നാൽ അവനൊരു പ്രത്യേക ഷോക്ക് പോലെ വന്ന ഭയം അവനെ പിടിപെടുവാനിടയായി. ഈ സമയം ഞാൻ ധ്യാനം നടക്കുന്ന കീഴം സെന്ററിൽ 7 ദിവസത്തെ ഒരു ധ്യാനം ഇതുപോലെ നടക്കുന്നുണ്ട്, വചനധ്യാനം. ആ ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ 7 ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവന് മാറ്റം വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആ ഭയം അവനെ വിട്ടുപോവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ വിശ്വസിച്ചു, മദ്യപാനങ്ങളും മാറി അവരിപ്പോ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആ ഒരു സഭയിൽ കടന്നുപോയി കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇതിന്റെ ഇടയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് 1-2 പ്രാവശ്യം ആത്മഹത്യക്കൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തോ ഒരു ശക്തി അതെന്നെ തടുത്തു മാറ്റി കളയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പട്ടിണി കിടന്ന അനുഭവങ്ങളിലും ദുരിതമനുഭവിക്കുന്ന ആ അവസ്ഥയിലും കർത്താവ് നിലനിർത്തി എന്നെ പിടിച്ച് താങ്ങി നിർത്തുവാൻ തക്കവണ്ണം ഇടയായി. കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവെ അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആത്മഹത്യക്ക് ചെയ്യാൻ പോലും എനിക്ക് കഴിയുന്നില്ല. കാരണം ആത്മഹത്യ പാപമാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഹല്ലേലൂയ ഇപ്പോഴും ആമേൻ ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആമേൻ എനിക്ക് കഴിയാവുന്നത് ഒരു ട്രാക്ട് കൊടുക്കാനാണോ, ഒരു സുവിശേഷം പറയാനാണോ, അല്ലെ കഴിഞ്ഞ ദിവസകാലം ഒരു ചേച്ചി, എൻ്റെ കസിനാണ്, അവരും പൈശാചികമായ ചില പ്രയാസത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവരോട് പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലും ഒരു പ്രാർത്ഥനയാണോ അത് ചെയ്തു വരുന്നു. ആമേൻ. സ്തോത്രം. കഴിയുന്നത് പോലെ ദൈവത്തിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ദൈവമക്കളും, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ അമ്മയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. സ്നാനപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുവാനും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാനും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായി മാറുവാൻ സർവ്വത്തിലെ ദൈവം സഹായിച്ചു. അപ്പോൾ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ പിതാവിന്റെ അനുജനാണല്ലോ, എൻ്റെ ചാച്ചനാണല്ലോ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ല, ആ ചാച്ചൻ ഇപ്പോൾ വലിയൊരു പ്രയാസത്തിലായിരിക്കുന്നു. ആ ചാച്ചന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഒരു സ്ട്രോക്ക് വന്നതാണ്. അപ്പോൾ ആ ഒരു പ്രയാസത്തില് നടക്കാനൊക്കെ വലിയ പ്രയാസത്തിലായിരിക്കുന്നു. വീണ്ടും ദൈവം ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനായി എഴുന്നേൽപ്പിക്കേണ്ടതിന് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഇത്രത്തോളം സമയം തന്ന വചനദീപ്തി ചാനലില് നയിക്കുന്ന പ്രിയ ബീനാന്റിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ താങ്ക് യു സിസ്റ്റർ സുനിത. അനുഗ്രഹീതമേറിയ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വിധവയായി തീരേണ്ട അവസ്ഥ വന്നുവെങ്കിലും ജീവിക്കുന്ന കർത്താവിനെ അറിഞ്ഞതും ജീവിതത്തിലെ ആത്മഹത്യകളിൽ നിന്നൊക്കെ വിടുവിച്ച് ഇന്നും ജീവനോടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. എത്രയോ പ്രതികൂലങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. അതിൻ്റെയൊക്കെ നടുവിൽ എൻ്റെ സ്വർഗം നിർത്തി മക്കളെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ ഇതുപോലെ നിരാശയിലും രോഗത്തിലുമായിരിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. പലരും സുനിതയെ പോലെ ആത്മഹത്യക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാം. ഞാൻ ഇങ്ങനെ കൗൺസിലിങ്ങിൻ്റെ നടുവിൽ പലരും എന്നെ വിളിച്ചു ഇതുപോലെ പറയാറുണ്ട്. കർത്താവിൻ്റെ ദാസി ഒരു യൗവനക്കാരിയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. കർത്താവിൻ്റെ ദാസിയിലൂടെ കേട്ട സന്ദേശം ഇതിനൊരു ആത്മഹത്യ ഇതിനൊന്നും ഒരു പരിഹാരമല്ല. 1. 2, കർത്താവിനെ അറിഞ്ഞവർ ഒരിക്കലും അത് ചെയ്യരുത്, അത് പാപമാണ്. ഇന്ന് പല ദൈവമക്കളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിരാശയിൽ അവർ ആത്മഹത്യ
ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നത് കണ്ടുവരുന്നു. ഇതേ പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. ആകയാൽ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം ഇത് ഇന്ന് ലൈവിലൂടെ കേട്ടവരും അല്ലാത്തവരുമായിരിക്കുന്ന ഇനി കേൾക്കാനിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടി ഒരു വാക്കിൽ ഞങ്ങൾ പറയട്ടെ, ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. നമ്മളുടെ ജീവിതം പടുത്തുയർത്തേണ്ടത് ദൈവമാണ്. ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരും. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ അനാഥർക്കും വിധവമാർക്കും ന്യായപാലനം ചെയ്തു കൊടുക്കുന്ന ദൈവമാണ്. രൂത്തും നവോമിയും ഒരുമിച്ച് മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ രൂത്ത് കറ്റകൾക്കിടയിൽ പോയി നെന്മണികൾ പെറുക്കുവാൻ കടന്നു പോകുമ്പോൾ അവൾക്ക് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിച്ച വിധങ്ങൾ ഇന്ന് ആരെയും ദൈവം കൈവിടത്തില്ല. തിരുവചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ തക്ക സമയങ്ങളിൽ നൽകി ദൈവം നമ്മളെ വിടുവിക്കും. കാക്കയാൽ ഏലിയാവിനെ പോറ്റിയ ദൈവമാ, ഭക്തന്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന ദൈവമാ, കർത്താവിന്റെ ദാസിയെ ഇത്രത്തോളം നടത്തി പ്രത്യേകാൽ തന്നെ ദൈവത്തിന്റെ കൃപയിലേക്ക് നയിച്ച തൻ്റെ പിതാവിൻ്റെ അനുജൻ, ചാച്ചൻ എന്നാണ് താൻ വിളിക്കുന്നത്, ഇത്രത്തോളം ശാരീരിക ബുദ്ധിമുട്ടിലായിരിക്കുന്നു. കർത്തദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്തദാസിയെ സദയം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാക്ഷ്യം ഇതിൻ്റെ അകത്തൂടി പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുശ്രൂഷകൾ നിങ്ങൾക്കും ചെയ്യുവാൻ ദൈവം വഴിയൊരുക്കും. ഈ വേദി നിങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മെസ്സഞ്ചറിൽ കൂടി നിങ്ങളുടെ നമ്പറുകൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അവസരം തരുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന കർത്തദാസി സുനിത ബിജുവിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇത് അവസാനിപ്പിക്കും മുൻപായി കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെറുപ്പത്തിൽ കർത്താവെ വിളിച്ചു വേർതിരിച്ചു. ഒത്തിരി പ്രതികൂലത്തിലും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അവിടെ ഒക്കെയും കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും നല്ല സ്നേഹവും വെളിപ്പെടുത്തി നടത്തിയതിനായിട്ട് സ്തോത്രം. ഇപ്പോഴും താനായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് നടത്തുന്നല്ലോ. കുഞ്ഞുങ്ങളെ ഇത്രത്തോളം പരിപാലിക്കുവാൻ, ഇത്രത്തോളം വളർത്തുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. പ്രത്യേകാൽ തൻ്റെ പപ്പയുടെ സഹോദരന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ക്ഷീണാവസ്ഥയിലാണ് കർത്താവെ, ദൈവം ബലപ്പെടുത്തിക്കൊള്ളണമേ. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. അങ്ങയുടെ ദാസിയെയും പെൺമക്കളെ രണ്ടുപേരെയും വാത്സല്യ ബിജു ബ്രദറിന്റെ മാതാവിനെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം സന്തോഷത്തോടെ ഒരു നവോമിയും ഒരു രൂത്തും ആയിരുന്നതുപോലെ ആയിരിക്കാൻ കർത്താവ് അവരെ സഹായിക്കുന്നല്ലോ. പിന്നെയും തുടർന്നും ദൈവ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ ഒത്തുചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലൈവിലൂടെ ഈ സാക്ഷ്യം കേൾക്കപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകരെയും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, ഈ സാക്ഷ്യം അനേക ആയിരങ്ങൾക്ക് ഹൃദയത്തിന് ആശ്വാസമാകുവാൻ ഇടയാക്കണമേ. ഇങ്ങനെ ഭാരത്തോടെ കടന്നു പോകുന്നവർക്കൊക്കെ ഒരു വലിയ വിടുതലായി മാറട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് തന്നെ നയിച്ച് നടത്തണം. അവിടുത്തെ ആത്മാവ് ആദ്യോട് അന്തം പരിപാലിച്ചല്ലോ. അല്പം നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി എങ്കിലും ദൈവം അതിൻ്റെ മേൽ കരം വിടുവിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മാറാനാഥ.